നമസ്കാരം കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് കറിയൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല. കാരണം ഉണക്കച്ചെമ്മീൻ നാട്ടിൽ നിന്ന് നല്ല ഫ്രഷ് ആയിട്ട് വൈഫ് നന്നാക്കി തന്നുകൊണ്ടിരുന്നു. ഇടയ്ക്ക് കറി ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്ത് കറിയൊന്നും ഉണ്ടാക്കണ്ട. നമ്മുടെ പുതിയ ആപ്പിളക്കോര ഉണ്ടല്ലോ, ഇവിടെ സുൽത്താൻ ഇബ്രാഹിം എന്ന് പറയും കേട്ടോ. നമ്മുടെ നാട്ടിൽ കിളിമീൻ എന്നൊക്കെ പറയാൻ മീനുണ്ടായിരുന്നു, നല്ല മൊരിക്ക് ഞെരിക്ക് പൊരിച്ചത്. പിന്നെ ഉണക്കച്ചെമ്മീൻ വെളിച്ചെണ്ണയിലൊന്ന് റോസ്റ്റ് ചെയ്ത് അതിലൊന്ന് വറുത്ത് ഉണക്കമുളകും ചെറുള്ളിയും പുളിയും എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഈ മോനെ ഒരു രക്ഷയിലാട്ടോ. നല്ല മൊരിഞ്ഞ ചെമ്മീൻ തിന്നാൻ തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ. ഇടയ്ക്ക് ഒന്ന് രണ്ടെണ്ണം കഴിക്കാൻ നല്ല. അങ്ങനെ ആദ്യം ഉള്ളിയും മുളകൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് പിന്നെ നല്ല മൊരിഞ്ഞ ചെമ്മീൻ ഇട്ടു, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് പച്ചവെളിച്ചെണ്ണ ചേർത്തിട്ട് ചമ്മന്തി റെഡി കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് കൂടുതൽ ചോറ് കഴിക്കാൻ നേരം, കാരണം കറിയൊന്നും ഇല്ല. പക്ഷേ ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും നോക്കാനില്ലല്ലോ. അത്യാവശ്യം ചമ്മന്തി ഇട്ട് ഫുള്ള് ചോറും എടുത്ത് മൊരിഞ്ഞ നമ്മുടെ സുൽത്താൻ ഇബ്രാഹിം കിളിമീൻ അതിന് റെഡിയാക്കി. ഇത് കുഴയ്ക്കുമ്പോൾ തന്നെ എൻ്റെ വായവെല്ലാം നിറയണം. അമ്മാതിരി ടേസ്റ്റായിരുന്നു. കറികളൊന്നും വേണ്ട ശരിക്കും. വീട്ടിൽ ഉമ്മമാരൊക്കെ ഉണ്ടാകുന്ന ചമ്മന്തി ഉണ്ടല്ല, അതേ ടേസ്റ്റ് തന്നെ കേട്ടോ. മാഷാല്ല. പിന്നെ ഒന്നും നോക്കിയില്ല, നല്ല ആസ്വദിച്ച് കഴിച്ചു. ഭയങ്കര ടേസ്റ്റായിരുന്നു. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഫുജേറയിൽ വന്നാൽ